പന്തള രാജ്യം ഭരിച്ചിരുന്നത് രാജശേഖരൻ എന്ന ഒരു രാജാവായിരുന്നു. നീതിമാനും ധർമ്മിഷ്ഠനുമായ രാജാവിന്റെ ഭരണത്തിൻ കീഴിൽ ജനങ്ങൾ സന്തുഷ്ടരായി കഴിയുകയും രാജ്യം സുവർണ കാലഘട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. എന്നാൽ സന്താന സൗഭാഗ്യമില്ലാതെ അദ്ദേഹം ഏറെ ദുഃഖിതനായിരുന്നു. കുട്ടികളില്ലാത്തതിനാൽ ചെങ്കോലേന്താൻ ഒരു അനന്തരാവകാശി ഇല്ലാതായി. നിസ്സഹായരായ രാജാവും രാജ്ഞിയും ശിവഭഗവാനോട് ഒരു കുഞ്ഞിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു വന്നു. ഇതേ കാലത്തു തന്നെ മഹിഷാസുരൻ എന്ന അസുര രാജാവ് കഠിന തപസ്സിലൂടെ ഭൂമിയിൽ ആർക്കും തന്നെ വധിക്കാൻ സാധിക്കരുതെന്ന വരം ബ്രഹ്മാവിൽ നിന്നും നേടിയെടുത്തു. വരബലത്താൽ മഹിഷാസുരൻ അഹങ്കരിച്ചു. ഭൂമിയിലുടനീളം അവൻ നാശം വിതച്ചു. ജനങ്ങൾ ഭയന്നു വിറച്ചു. ഭൂമിയെ വിറപ്പിച്ച മഹിഷാസുരൻ നേരെ ദേവലോകത്തെത്തി. അവിടെയും ആക്രമണം തുടർന്നു. സഹികെട്ട ദേവന്മാർ ത്രിമൂർത്തികളെ ശരണം പ്രാപിച്ചു. വരബലമുള്ളതിനാൽ മഹിഷാസുരനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ത്രിമൂർത്തികൾ മനസ്സിലാക്കി. അതിനു പകരം എല്ലാ ദേവന്മാരുടെയും വൈശിഷ്ട്യങ്ങൾ സമന്വയിപ്പിച്ച് ചണ്ഡികാദേവി എന്ന ദിവ്യശക്തിയെ സൃഷ്ടിച്ചു. അങ്ങനെ മഹിഷാസുരനെ നേരിടാൻ ചണ്ഡികാദേവിയെ അയച്ചു. ഒടുവിൽ മഹിഷാസുരനെ വധിച്ച് ദേവി അവതാരോദ്ദേശം പൂർത്തീകരിച്ചു. മഹിഷാസുരന്റെ സഹോദരിയായ മഹിഷി തന്റെ സഹോദരനെ വധിച്ചതിന് പ്രതികാരം ചെയ്യാനുറച്ച് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വിഷ്ണുവിനും ശിവനുമായി ജനിക്കുന്ന അഥവാ ഹരിക്കും ഹരനുമായി ജനിക്കുന്ന സന്താനത്തിനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാനാകരുത് എന്ന വരം വാങ്ങി. വരം ലഭിച്ച ഉടനെ തന്നെ മഹിഷി ദേവലോകത്തേക്ക് പുറപ്പെട്ട് ദേവന്മാരെ ദ്രോഹിക്കാൻ ആരംഭിച്ചു. ഇന്ദ്രപുരി പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ദേവന്മാരാകട്ടെ മഹിഷിയുടെ ആക്രമണത്തിൽ ഭയന്നു വിറച്ചു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ദുർവാസാവ് മഹർഷി ദേവരാജനായ ഇന്ദ്രനെ കാണാനെത്തി. ദേവരാജൻ ആചാരപ്രകാരം മഹർഷിയെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. സന്തോഷവാനായ മഹർഷി തന്റെ കൈവശമുണ്ടായിരുന്ന വിശിഷ്ടമായ ഒരു പൂമാല ഇന്ദ്രന് സമ്മാനിച്ചു. ദേവരാജൻ അത് ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ചു. ആ മാലയുടെ സൗരഭ്യത്താൽ വണ്ടുകൾ പറന്നെത്തി. അവയുടെ ശല്യം സഹിക്കവയ്യാതായപ്പോൾ ഐരാവതം മാല വലിച്ച് താഴെയിട്ട് ചവിട്ടി. ഇതു കണ്ട ദുർവാസാവിന് സഹിച്ചില്ല. അദ്ദേഹം കോപം കൊണ്ട് ജ്വലിച്ചു. നിനക്കും നിന്റെ വംശത്തിനും ജരാനര ബാധിക്കട്ടെ എന്ന് ദേവേന്ദ്രനെ ശപിച്ചു. അപ്പോൾ തന്നെ ദേവന്മാരിൽ ജരാനര ബാധിച്ചു തുടങ്ങി. ഇതു കണ്ട ദേവലോകം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി. ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിൽ നിന്നും മോക്ഷം കിട്ടാൻ ദേവന്മാർ എല്ലാവരും ചേർന്ന് നേരെ വൈകുണ്ഠത്തിലെത്തി. മഹാപ്രഭു രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവർ അപേക്ഷിച്ചു. പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃത് ഭക്ഷിച്ചാൽ ശാപമുക്തി നേടാമെന്ന് മഹാവിഷ്ണു അറിയിച്ചു. ദേവന്മാർ മാത്രം വിചാരിച്ചാൽ പാലാഴി കടയാൻ പറ്റില്ല. അതിനായി അസുരന്മാരെ കൂടി കൂട്ടാനും ഉപദേശിച്ചു. ദേവന്മാർ നേരെ അസുരന്മാരെ സമീപിച്ചു. പാലാഴി കടയാൻ സഹായിക്കണം എന്ന് അപേക്ഷിച്ചു. അതിൽ നിന്നു ലഭിക്കുന്ന അമൃത് ഭുജിച്ചാൽ അമരത്വം ലഭിക്കുമെന്നും ദേവന്മാർ അസുരന്മാരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. കഷ്ടപ്പെട്ട ജോലിയാണെങ്കിലും അമരത്വം ലഭിക്കുമെന്ന് കേട്ടതോടെ അസുരന്മാർക്കും സന്തോഷമായി. പാലാഴി കടയാൻ സഹായിക്കാമെന്ന് അവർ സമ്മതിച്ചു. മഹാമേരു പർവ്വതത്തെ കടക്കോലാക്കിയും വാസുകി എന്ന സർപ്പത്തെ കയറാക്കിയും ദേവന്മാരും അസുരന്മാരും ചേർന്ന് ക്ഷീരസാഗരം കടഞ്ഞു. അവസാനം അമൃത് തെളിഞ്ഞു വന്നു. ഇത് പാത്രത്തിലാക്കി ദേവന്മാർ മാറ്റിവെച്ചു. എന്നാൽ അവരെ പറ്റിച്ച് അസുരന്മാർ അമൃതപാത്രം തട്ടിയെടുത്തു. ദേവന്മാരാകട്ടെ ആകെ സങ്കടത്തിലായി. ഇതു കണ്ട മഹാവിഷ്ണു മോഹിനീ രൂപം പൂണ്ട് അവിടെ എത്തി അസുരന്മാരെ കബളിപ്പിച്ച് അമൃതപാത്രം തട്ടിയെടുത്ത് ദേവന്മാർക്ക് നൽകി. ഇതറിഞ്ഞ കൈലാസനാഥൻ മഹാവിഷ്ണുവിനെ കാണാനെത്തി. അസുരന്മാരെ ഭ്രമിപ്പിച്ച മോഹിനീ രൂപം ഒരിക്കൽ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ വിശ്വമോഹിനിയുടെ രൂപം കണ്ടപ്പോൾ കൈലാസനാഥൻ അനുരാഗത്താൽ മോഹിനിയെ പുണർന്നു. അങ്ങനെ ശൈവ വൈഷ്ണവ തേജസ്സുകൾ ഒത്തുചേർന്നു. അതിൻ ഫലമായി മീനമാസത്തിലെ പൗർണമി തിഥിയിൽ ഉത്രം നക്ഷത്രത്തിൽ ഹരിഹരാത്മജൻ പിറന്നു. ആ കുട്ടിയെ തന്റെ ഭക്തനായ പന്തള രാജാവിന് വളർത്താൻ നൽകാൻ പരമശിവൻ തീരുമാനിച്ചു. ഭൂമിയിലേക്ക് അയക്കും മുൻപ് കഴുത്തിൽ ഒരു മണിമാലയും അണിയിച്ചു. മഹിഷീ നിഗ്രഹമാണ് അവതാര ലക്ഷ്യമെന്നും അതിനായി 12 വർഷം ഭൂമിയിൽ വസിക്കണമെന്നും പറഞ്ഞ് ഹരിഹരന്മാർ മണികണ്ഠനെ അനുഗ്രഹിച്ചു. ശേഷം അടുത്ത വീഡിയോയിൽ.